ഹായ്. അപ്പോൾ ഇന്ന് എൻ്റെ ജർമ്മനിയിൽ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ഇന്ന് ബെർലിനിലോട്ട് പോകുന്നതാണ്. ബെർലിനിലോട്ട് പോകാൻ തന്നെ ഒരു ടാസ്ക്. ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അവിടുന്ന്. 2 സ്റ്റേഷൻ കഴിഞ്ഞ്, 2 സ്റ്റേഷനല്ല 2 ട്രെയിൻ മാറി കയറി. ഇനിയിപ്പോൾ 2 ട്രെയിനൂടെ കയറിയിട്ടേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഈവനിങ് ആവും. അവിടെ നൈറ്റാണ് ഞങ്ങൾ പോകാൻ കറങ്ങാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു ലൈറ്റിൻ്റെ ഷോ ഉണ്ട്. അപ്പോൾ അതിനേക്കുള്ള ട്രെയിൻ നോക്കിയാൽ കയറി. ആ സമയമാകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ ഇനി ബെർലിനിലെത്തിയിട്ട് കാണാം. ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബെർലിൻ പോകുന്ന വഴിക്ക് ഇതാ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയതാണ്. ഒരു പാലസ് സെറ്റപ്പ്, എന്താ രസം. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പുറംഭാഗം കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഉള്ളിലത്തെ ഇതുകൂടി ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ അതിലും നൈസാണ്. ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഡോറൊക്കെ വുഡൻ ഡോർ തന്നെ. അവിടെ ഒരു ഫ്ലവർ ഷോപ്പ് കണ്ടോ, ഹോളി. ഒരു പാലസിൻ്റെ ഉള്ളിൽ കയറിയ പോലെ ഉണ്ട്. റെസ്റ്റോറൻ്റൊക്കെ കണ്ടോ, നൈസ്. ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ഇതാണ് ആ പ്ലാറ്റ്ഫോമൊക്കെ. ട്രെയിനൊക്കെ ഇതാ അവിടെ കുറേ. ഇൻ്റർസിറ്റി. ഇതിപ്പോൾ ഞങ്ങൾ വന്ന ട്രെയിനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇത് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് പോകാനുള്ള ട്രെയിനാണ് അത്. അടുത്ത ട്രെയിൻ ഇതാണ്. ഇത് കയറിയിട്ട് ഇനി അടുത്ത കണക്ഷൻ എടുത്തിട്ട് വേണം ബെർലിനിലോട്ട് പോകാൻ. പാൻവേൽ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ ഉണ്ട്. പക്ഷെ നീറ്റാണ് കേട്ടോ. ഒരു സ്റ്റേഷൻ അപ്പോൾ വേറൊരു സ്റ്റേഷനിലോട്ട് വന്നതാണ്. ഒരു 1.5 മണിക്കൂർ സീനായിരുന്നു. കാരണം ഫുൾ നിന്നിട്ടാണ് വന്നത്. കാരണം ട്രെയിനിൽ അത്ര ആൾക്കാർ, എല്ലാവരും ഇവിടെ ഇറങ്ങുകയും ചെയ്തു അടുത്ത കണക്ഷന് വേണ്ടിയിട്ട്. ഏതാ തിരക്കെന്ന് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ര തിരക്കിൽ ഒരു ട്രെയിനിൽ കയറിയില്ല. അവിടെ ജർമ്മനിയിൽ 1.5 മണിക്കൂർ നിന്ന്. ഓ സീൻ. ഇപ്പോഴൊന്ന് ശ്വാസം വിട്ടെ പുറത്തിറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ പിടിക്കണം. ഇനിയിപ്പോൾ ഒരു ട്രെയിൻ കൂടി കയറിയാൽ അവിടെ എത്തും. ഇതാ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാ. ഒരു ലൊട്ട റെയിൽവേ സ്റ്റേഷൻ. പക്ഷേങ്കിൽ ഇത്ര ആൾക്കാരുണ്ട് ബെർലിനിലോട്ട് പോകാൻ. ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ട്രെയിൻ അതാ വരുന്നത്. അവിടെ മാസ് എൻട്രി ആയിരിക്കും. അതിനെത്തി കാശ്. അപ്പോൾ ഇനി നേരെ ബെർലിൻ. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഫുൾ ഡേന്ന് ഏകദേശം 6-7 മണിക്കൂർ എന്ന് വെച്ചാൽ കുറേ ഡിലേ ആയിരുന്നു. 6 മണിക്കൂറല്ല 7 മണിക്കൂറൊക്കെ ആയിട്ടാണ് ഇതാ ബെർലിനിലെത്തിയത്. ഇതാണ് ബെർലിൻ റെയിൽവേ സ്റ്റേഷൻ ഔട്ട് ബാനോഫ്. എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ബെർലിൻ ഔട്ട് ബാനോഫ്. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ജർമ്മനീൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ബെർലിൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഞങ്ങളിനിപ്പോൾ അടുത്ത ഫുഡ് അടീൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ അവർ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ഫുഡ് അടിച്ചിട്ട് ബാക്കി സിറ്റി കറങ്ങും. ഇത് ശരിക്കും ഒരു എയർപോർട്ടൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഏറ്റവും ടോപ്പിലാണ് പോയി ഇറങ്ങി. ഇതിപ്പോൾ 2nd ഫ്ലോർ. ഇനി താഴെയുണ്ട്, അതിലും താഴെയുണ്ട്. ഇത് ഇത്രയും വലിപ്പമുണ്ടത്. ഒരു എയർപോർട്ട് പോലെ സെറ്റപ്പ് തന്നെ. ആദ്യമായിട്ട് അത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണുന്നത്. താഴെയൊക്കെ ട്രാക്ക് ഉണ്ട്. പിന്നെ ഇതൊരു ട്രാക്കാണ്. പിന്നെ ആ സൈഡ് എല്ലാം. ഞാനിതിൻ്റെ മുന്നേ ബെർലിനിൽ വന്നായിരുന്നു. പക്ഷേ അത് ബെർലിൻ ബ്രാൻഡൻബർഗ് എയർപോർട്ടിലാണ്. അപ്പോൾ എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൽ എന്താ പറയുക, എയർപോർട്ടിൻ്റെ താഴെ തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ടാണ് പിന്നെ ബാക്കി സ്ഥലത്തേക്ക് പോയത്. ബെർലിൻ സിറ്റി അങ്ങനെ കണ്ടില്ലായിരുന്നു. അപ്പോൾ എന്നാണിപ്പോൾ ആ കറങ്ങാൻ വന്നത് ഞാൻ ഏകദേശം 1.5 കൊല്ലത്തിന് ശേഷം. എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. ഇവിടെ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ എടുത്തിട്ട് ഒരു സ്ട്രീറ്റിലോട്ട് കയറിയതാണ്. അടച്ചോൻ ഇതെന്താണിത്, ഒരു പിടുത്തവും ഇല്ല. കുറേ ആൾക്കാരത് അങ്ങോട്ടേക്ക് നടക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതെന്താന്ന് മനസ്സിലാവണില്ല. എന്തോ മെയിൻ പരിപാടി ഉണ്ട് ഇപ്പോൾ ബെർലിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു പോകണേതാ. അവിടെ നിന്ന് റിട്ടേണും ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും. ഇതെന്തായാലും ഒരു നല്ല വൈബായി. എല്ലാവരും ആ ഗേറ്റിലോട്ടായി നടക്കണേ. അവിടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ആ ഗേറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. നല്ല അടിപൊളി പാട്ടൊക്കെ. നടന്ന് ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അതാണ് ഇവിടെ ഈ ബെർലിനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇവിടെ കാണാൻ അത്രേ ആൾക്കാർ ഈ നടന്നു വന്ന്
അവിടെ ഇപ്പം എന്തെങ്കിലും ഒരു ഷോ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അവാർഡ് കാണാനൊക്കെ അടിപൊളിട്ടാ. ഇതിൻ്റെ ഈ സൈഡിലുള്ളൊരു ഓഫീസായത്. ഏതാ രസം. അവിടെയൊക്കെ പണി കിട്ടണം. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായി വന്നുകൊണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഇതിനാ വന്ന ആൾക്കാരൊന്ന് ഞാൻ കാണിച്ചു തരാം. എന്തോരം ആൾക്കാരാ അറിയോ എൻ്റെ അമ്മോ. എന്തായാലും അടിപൊളി. ഇവിടെ ഈ സ്ക്വയറിൽ മാത്രമേ ആൾക്കാരുള്ളൂ, വേറെ റോഡൊക്കെ കാലിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ യൂറോപ്പിലെവിടെ ഒരു ഫെസ്റ്റിവൽ എന്തോ നടന്നതാണ്, ലൈറ്റ് ഫെസ്റ്റിവൽ. അതിൽ 3 കൺട്രി ഇങ്ങനെ എന്തോ പ്രൈസ് അടിച്ച് അവാർഡ് കിട്ടിയ. ഒന്ന് ജർമ്മനി, ഒന്ന് പോളണ്ട്, ഒന്ന് ഹംഗറി. അപ്പോൾ ഇതിപ്പോൾ ജർമ്മനീൻ്റെ ഇതാ കാണിക്കണേ. ഇതിപ്പോൾ അടുത്ത പോളണ്ടിൻ്റെ അതിൻ്റെ ഷോ ആയി കാണിക്കണേ. ഇത് അടിപൊളിയായിട്ടോ. വി ലവ് ബെർലിൻ. അങ്ങനെ ഇവിടുന്ന് അത്യാവശ്യം കണ്ട് ഞങ്ങൾ ഇവിടുന്ന് നല്ല തിരക്കാണ്. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അതിനൊക്കെ നോക്കട്ടെ. അവിടെ ഇതൊരു അടിപൊളി ബിൽഡിങ്, യൂറോപ്പിൻ്റെ ഫ്ലാഗും ജർമ്മനീൻ്റെ ഫ്ലാഗും. ഞങ്ങളതായത് ഇതിൻ്റെ ബാക്കിൽ വന്നോ, ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഷോ. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ ഈ ഷോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാട്ടോ. ആ ഫ്ലാഗ് കാണുന്ന അതായത് കണ്ടില്ലേ, ഇതാണ് അമേരിക്കൻ എംബസി. ബെർലിനിലാണ് എംബസി ഉള്ളത്. ഇതാണ് വരെ ജർമ്മനീൻ്റെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ ഇത് വേറൊരു ലൈറ്റ് ഷോ കൂടെ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആയി കാണുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുവനീർ പൊട്ടിച്ച് ഞാൻ കണ്ടില്ല. എൻ്റെ മോനെ ഒക്കെ 5 യൂറോ ഒക്കെ പൊളി. നടന്ന് നമ്മൾ വേറെ ലൈറ്റ് ഷോയുടെ അടുത്തേക്ക് വന്ന്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, തിരക്കുണ്ട്. വാൻ ഓഫ് ആണ്, അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും. ഇത് അതിൻ്റെ സൈഡിലുള്ളൊരു ബിൽഡിങ്ങാണ്, നല്ല ഹൈറ്റുള്ള ബിൽഡിങ്. അതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് അടിപൊളി. അവിടെ സൈറ്റ് സീയിങ് ബസ്. നിങ്ങളങ്ങനെ ഇങ്ങോട്ട് നടന്നു നോക്കട്ടെ. ഇവിടെ നിന്നാണ് ആ ശരിയായ വ്യൂ. പിന്നെ അതാ ഇവിടെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഈ ക്യൂബ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനും മീറ്റിങ്ങിനും കോളിനും പിന്നെ റീചാർജ് ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കയറി വെറുതെ അങ്ങനെ ഇരിക്കുക. പക്ഷെ ഫുഡൊന്നും അലോഡല്ല കേട്ടോ. അതിനുള്ളൊരു ടെക്നോളജിയാണ്. എന്തായാലും കൊള്ളാം. ഫുഡ് കഴിക്കാൻ ഒരു സ്ട്രീറ്റിലോട്ട് വന്നതാണ്. ഇവിടെ കുറേ കബാബ് ഷോപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞാൽ. അടിപൊളി. എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നാട്ടിലൊരു സെറ്റപ്പ് കിട്ടോ. ഇത് മൊത്തം ഒരു ഫുഡ് സ്ട്രീറ്റ് അങ്ങോട്ടൊക്കെ. പിന്നെ അവിടെ ഒരു പഴയ ചർച്ചൊക്കെ ഉണ്ട്. ബെർലിനിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കബാബ് ഷോപ്പാണ് മുസ്തഫാസ് ജമ്മൂസ് കബാബ്. പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കുന്ന ക്യൂ ആണ്. ഞങ്ങളും കുറേ നേരമായി ക്യൂ നിൽക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇവിടെ ഒട്ടിക്കത്തെ തിരക്ക്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലെത്തി ഇവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒറ്റ സ്റ്റിക്ക്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഡോണർ കബാബ് മാത്രം. നല്ല തിരക്കുണ്ട്, നല്ല ഫുഡാന്ന് തോന്നുന്നു. ഇതാണ് ഈ ഡോണർ കബാബ്. കാണാനൊക്കെ അടിപൊളിയാണ്. കഴിച്ചോളൂ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് എൻ്റെ 7ാമത്തെ ദിവസമാണ് ജർമ്മനിയിൽ. 7ാമത്തെ ദിവസം അവസാനത്തെ ദിവസവും. ഇന്ന് രാത്രിയാണ് ലാറ്റ്വിയക്ക് ബസ്. അപ്പോൾ ഇന്നും കൂടെ ഒന്ന്, ഇപ്പോൾ ഞാൻ ബെർലിനിലുള്ള കറൻലി. ഇന്നലെ വന്ന് പിന്നെ ആ കബാബൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങിയത്. ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ രാവിലെ തന്നെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റുള്ളതുകൊണ്ടാണ് പിന്നെ ഫീൽസിലേക്ക് ഭയങ്കര കുറവ്. പിന്നെ അങ്ങനെ ഇന്ന് ബെർലിനിൽ വന്ന് പകൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നൈറ്റ് ഇന്നത്തെ ലൈറ്റ് ഷോ ഇന്നലെ പോകാത്തടത്ത് ഇന്നും കുറച്ച് പോകാനുണ്ട്. ഒരു ഡോമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നൈസാണ് ലൈറ്റ് ഷോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം. അതൊക്കെ അന്നത്തെ പ്ലാന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നൈറ്റ് ബസ് കയറി പോകും. നാളേക്ക് ഉച്ചയൊക്കെ ആകുമ്പോൾ ലാറ്റ്വിയ എത്തും. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. പിന്നെ പോളണ്ട്, ലിത്വാനിയ കഴിഞ്ഞിട്ട് പോകണം ലാറ്റ്വിയക്ക്. എന്നാലും ഇത് അത്യാവശ്യം ഞാൻ പോയതിൽ വെച്ചാൽ ഏറ്റവും വലിയ സിറ്റി ബെർലിനാണ് കേട്ടോ. പിന്നെ ജർമ്മനിയിൽ നല്ല ആൾക്കാരും ഉണ്ട്, സെറ്റാണ് ഇവിടെ, നൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പോസ്റ്റ് ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഏകദേശം 1 മണിക്കൂർ പോകാനുണ്ട് ഇവിടുന്ന് ട്രെയിനിൽ. അപ്പോൾ അങ്ങോട്ടേക്കായി പോകുന്നത്. അവിടെ നൈസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം. ഇത് ബെർലിനിലെ ടെമ്പിൾ ഹോഫ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനാണ്. ഫുള്ളൊരു മഞ്ഞ കളറാണ് ഇവിടെ കണ്ടോ. പണ്ടത്തെ സെറ്റപ്പാണ്. ടൈലാണിത്, പെയിൻ്റല്ല.
ഫുള്ളൊരു മഞ്ഞ മഴ. ബെർലിനിൽ ഒട്ടുമിക്ക എല്ലാ മെട്രോ സ്റ്റേഷനും ഇങ്ങനെ തന്നെ. മഞ്ഞ മെട്രോ സ്റ്റേഷനുമാണ്, മഞ്ഞ മെട്രോയും ആണ്. കണ്ടോ, നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ഇന്നലെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. രാവിലെ തന്നെ റവയെന്ന് കോഫിയോ കഴിച്ച് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോർണിംഗ് കാഴ്ചകളാണ് ഇവിടുത്തെ. വർക്കിന് പോകുന്നവരും അല്ലാണ്ട് പോകുന്നവരും കുറേ ഉണ്ട്. ഇതിപ്പോൾ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ വന്ന ഏറ്റവും ടോപ്പായത് ഈ ബാനോഫിൻ്റെ. എത്രയും ആൾക്കാരും ഉണ്ട് ഇവിടെ. നമ്മൾ അവിടെ സിറ്റിയിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഇവിടെ വന്ന് പോസ്റ്റ് ഡാമിൽ. കുഴപ്പമില്ലാത്തൊരു ചെറിയ സിറ്റി. ഞങ്ങളിനിപ്പോൾ അടുത്ത ലൊക്കേഷൻ തപ്പി അങ്ങോട്ട് പോട്ടെ. ഒരു ചെറിയ പാലസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. പാലസിൻ്റെ അടുത്ത് എത്തിയതാ. ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ്. ഒരു പഴയ ഒരു വെന്മില്ലേ, ഫുൾ വുഡനോണ്ട് ഉണ്ടാക്കിയ, അതായി കറങ്ങിക്കൊണ്ട് നിൽക്കണേ. നൈസ്. പാലസ് സൈഡിൽ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഈ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സീൻ കുതിരകളാണ് രണ്ടും. അടിപൊളി. ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടി കറങ്ങാൻ. അപ്പോൾ നമ്മൾ നല്ല ഇതിൻ്റെ ഉള്ളോട്ട് കയറാം. നല്ല ആൾക്കാരുണ്ട്. ഇതിൻ്റെ നേരെ താഴെ എത്തിയപ്പോൾ ഞാൻ മെല്ലെ ഉള്ളോട്ടൊന്ന് കയറട്ടെ. ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല റെഡ് കളറിൽ നല്ല സൗണ്ടും ഉണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് കറങ്ങുന്നത്. ഓട്ടം സീസണിൻ്റെ ശരിയായ കാഴ്ചകൾ ഇതാ ഇവിടെയാണ്. ഫുള്ള് ഏകദേശം മഞ്ഞായ ഇലകളൊക്കെ. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല ഭംഗിയുണ്ടാ. അവിടെ ഒരു സാധനമുണ്ട്, കുറേ പില്ലറൊക്കെ ആയിട്ട്, അതും അടിപൊളി കാണാൻ. അപ്പോൾ അങ്ങോട്ടേക്കായി പോകുന്നത്. ഇതാണ് ആ പാലസ്. ഒരു കുഞ്ഞി പാലസ്, ഒരു പഴയ ബിൽഡിങ്, നല്ല ആർക്കിടെക്ചറൊക്കെ അടിപൊളി. പിന്നെ ഇതിൻ്റെ താഴെ നല്ല അടിപൊളി പാർക്കും ഉണ്ട്. നല്ല വ്യൂ ആണ് അവിടെ. ഞാൻ കാണിച്ചു തരാം. വേണ്ടോ, അവിടെ ചെറിയ പോണ്ടൊക്കെ ആയിട്ട് പാലസിൻ്റെ ടോട്ടൽ വ്യൂ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇപ്പോൾ എൻ്റെ ഈ സ്റ്റാച്ചു ശ്രദ്ധിച്ചേ, എല്ലാവരും കൈ ഇങ്ങനെ തലയിൽ വെച്ച പോലെ, അതെന്തോ താങ്ങും പോലെയൊക്കെ തോന്നണം. എല്ലാം ഒരേ ആക്ഷൻ. ഞാനിപ്പോൾ ഉള്ളത് കണ്ടില്ലേ, ഈ സാൻ സോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു കുഞ്ഞി പാലസ്. അങ്ങനെ ഇത് അത്യാവശ്യം കണ്ട് ഇനി ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ഞാൻ ആ പാർക്കിൻ്റെ താഴെ എത്തിയതാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഫുള്ളായിട്ട്. ഇത് അടിപൊളിയായി. ഇവിടുന്നും കാണാൻ നല്ല രസമുണ്ട്. ഇത് കുറച്ചുകൂടി ലോങ് ആയി ഞാൻ. ഇത് പിന്നെ വയൽ കയറിയതാ. നൈസ്. പുറത്തിലൂടെ മരം, പിന്നെ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. അത് അടിപൊളിയായി. എങ്ങോട്ടാ? തിരുത്തിരി ദേവി. അങ്ങോട്ട്. ആ ചെറിയ സിറ്റി ആണെങ്കിൽ നൈസാണ്. കുറേ പഴയ ബിൽഡിങ്ങുകൾ, ഓൾഡ് ടൗണൊക്കെ പോലെ. അവിടെയും കുറേ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. ആ പാലസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ. എന്തായാലും കൊള്ളാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. രാജകീയ ഇരുത്തം. ഒരു ബസ് സ്റ്റോപ്പായത്. എന്തായാലും ഈ സിറ്റിയൊക്കെ അടിപൊളിയായിട്ടോ. ഞങ്ങൾ ആ പാലസിലൊക്കെ പോയി. പിന്നെ ഈ എന്താ പറയുക, ഇവിടെ ഓട്ടം സീസൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇലകളൊക്കെ മഞ്ഞായിട്ട്. അങ്ങനെ ഇവിടുന്ന് നേരെ ഇനി ബെർലിനിലോട്ട് ഇനി പോവാം. അവിടെ ഇനി കുറച്ചുകൂടി കാണാനുണ്ട്. പകലും കാണാനുണ്ട്, പിന്നെ രാത്രി കുറച്ച് ലൈറ്റ് ഷോയും കൂടി കാണാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഈ ലോങ് ട്രിപ്പ് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ നേരെ ബസ് കയറി ലാൻഡ് ബാക്ക് ടു നോർമൽ. തിരിച്ച് പിന്നെയും ബെർലിൻ ഔട്ട് ബാനോഫിലെത്തി. ഇനി നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അത് സിറ്റി തന്നെയുള്ള 2-3 ലൊക്കേഷൻ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. ബെർലിനിലത്തെ ഫസ്റ്റ് ലൊക്കേഷനാണ് അലക്സാണ്ടർ പാർട്സ്. ഇവിടെ സാധനം എന്താ അറിയോ, അത് ഏകദേശം കോട മൂടി മോൾഭാഗമൊക്കെ. ഇവിടെ ഇപ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിട്ടേ അതൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ താഴെക്കൂടെ ട്രാമൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അത് കൊള്ളാം. പിന്നെ അതേപോലെ ഇവിടെ ഒരു മാളുണ്ട്, അലക്സ മാൾ. ഇതൊരു വലിയ സ്ക്വയറാണ്. ഇവിടെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞില്ല, അതാണ് ഇത് വേൾഡ് ക്ലോക്ക്. അതിലെല്ലാ രാജ്യത്തെ ടൈമും കാണാം. ഇതാണ് ഈ വേൾഡ് ക്ലോക്ക്. ആ താഴെ മുകളിലൊക്കെ കാണിക്കുന്ന അതിൻ്റെ ഓരോ രാജ്യത്തിൻ്റെ പേരാണ്. മനില, പെർത്ത്, ഹോങ്കോങ്, കോലാലംപൂർ, സിംഗപ്പൂർ. അവിടെ ഇപ്പോൾ ഏകദേശം 10 മണിയായിന്നാണ് കാണിക്കണേ. 22 കണ്ടില്ലേ. ഇതൊരു അടിപൊളിയായിട്ടോ. അതിൻ്റെ താഴെ കുറേ ആൾക്കാർ ഇതാ ഫോട്ടോ ഒക്കെ എടുക്കാനും. അടിപൊളി. ഇത് പിന്നെ അലക്സാണ്ടർ പ്ലാറ്റ്സ്, ആ ടവർ.
ഓ അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് എൻ്റെ മുകളിലേക്ക് നേരത്തെങ്ങാട്ട് ഇപ്പോൾ മഞ്ഞ് മൂടി. അടിപൊളിയായി. പിന്നെ താഴെ കൂടെ ട്രെയിനും പോകുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ KSRTCൻ്റെ കളറ്. ഹെൽസിങ്കി, റിഗൻ, തല്ലിന്ന അതിൻ്റെയൊക്കെ ഇതാ അവിടെ. ഇന്ത്യൻ്റെ ഉണ്ടോ നോക്കട്ടെ. ഇന്ത്യ കറാച്ചി, ന്യൂഡൽഹി. ന്യൂഡൽഹിത്തെ ടൈം കിട്ടി ഗായ്സ്. ഇതെന്തായാലും നൈസായിട്ടാ ഈ സ്ക്വയർ. ഇതെന്തായാലും അടിപൊളിയായി. ഇനി മെല്ലെ അടുത്ത ലൊക്കേഷൻ തപ്പി പോട്ടെ. ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡോമാണ്. ആ ഡോം അവിടെ ഉണ്ട് ലൈറ്റ് ഷോ. അപ്പോൾ അതൊന്ന് പകലും ഒന്ന് പോയി കാണണം, രാത്രിയും കാണണം. അപ്പോൾ ഇപ്പം എന്തായാലും അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അതൊരു അടിപൊളി സംഭവമാണ്. ഇതൊരു സീൻ സംഭവം കേട്ടോ. അവിടെ മഞ്ഞ ട്രെയിനും ഈ മുഴുവാൻ കണ്ട അടിപൊളി. നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ഒരു ബിൽഡിങ്ങാണ്. നമ്മൾ വന്നത് ഇങ്ങോട്ടല്ല, വേറെ ഒരു ഡോമുണ്ട് ഇവിടെ, കത്തീഡ്രൽ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതാകുന്ന അതിനിടയിൽ കൂടെ കണ്ടില്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നല്ല ചെറിയ ചാറ്റൽ മഴ. ഇന്ന് ക്ലൈമറ്റിൽ വെയിലേ കാണിക്കണില്ല. ബാഡ് ലക്ക്. എന്നാലും നല്ലൊരു എന്തായാലും നൈസായിട്ടതാ വ്യൂ ഞാൻ കാണിച്ചുതരാം. വാവ് സീൻ. ഒരു വിൻറ്റേജ് സെറ്റപ്പായത്. പിന്നെ അത് അവിടെയുണ്ട്. എനിക്ക് പേഴ്സണലി ബെർലിനിൽ വന്ന് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇത്. ഇന്നലെ കണ്ട ഗേറ്റിനെക്കാട്ടിലും രസമുണ്ട് ഇത് കാണാൻ. ഇതൊക്കെയാണ് ബെർലിനിൽ ഹൈലൈറ്റായി നിൽക്കുന്ന സംഭവങ്ങൾ. ഇത് ആ ഗേറ്റ് എന്തായാലും നല്ല അടിപൊളി സ്ക്വയറാണ്. പക്ഷെ മഴ നല്ല സീനായി. പിന്നെ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് നേരം കൂടി ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ റൂമിലോട്ടെങ്ങാനും പോകണം. എന്തായാലും നോക്കട്ടെ. എന്തായാലും ചാറ്റൽ മഴ കുറച്ച് സീനാണ്. പിന്നെ ഇവിടുന്ന് മറ്റേ ആ നേരത്തെ പോയില്ല അലക്സാണ്ട്ര, ആ ടവർ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ, അതും ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. പിന്നെ ഈ സർക്കിളും നൈസാണ്. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് അത് നല്ല സൈസ് ഉണ്ട്. ദൂരത്ത് നിന്ന് കാണുമ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. ഇവിടെ ബെർലിനിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മന്തി ഷോപ്പാണ്. അത് മന്തി, ഗ്രിൽ ചിക്കൻ എല്ലാം കിട്ടും. അൽ റബുവ എന്ന് പറയും. അൽ റബുവ കിടിലൻ ഷോപ്പാട്ടോ. പക്ഷേ നല്ല വരി നിൽക്കണം അങ്ങോട്ട് കയറണമെങ്കിൽ. ഫുൾ ടൈം ആൾക്കാരാണ്. ഇവിടുത്തെ ഒരു കബാബ് ഗ്രില്ലിൻ്റെ ഒരു സൈസാണത്. അടിപൊളി. നല്ല റഷും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെർവിങ് സ്റ്റൈല്. കണ്ടോ, ഒക്കെ മന്തിയാണ് കേട്ടോ. ഇവിടെ കിടിലൻ സാധനം. നല്ല കഴിച്ചു നോക്കട്ടെ. ഇതാണ് സാധനം. അടിപൊളി. കണ്ടിട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ അടിപൊളി ബ്രോസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ മന്തിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഡെസേർട്ട്, നല്ല പിസ്താച്ചിയോ കൊനാഫ. നമ്മൾ പകൽ വന്ന ടവറായത് അലക്സാണ്ടർ പ്ലാറ്റ്സിലില്ലായിരുന്നു. ഇതിപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങി ഇവിടെ. ഇനിയിപ്പോൾ ഡോമിൻ്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. ഇതെന്തായാലും അടിപൊളി കേട്ടോ. നല്ല ആൾക്കാരും ഉണ്ട് താഴെ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളാ ഡോമിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് മറ്റേ ലൈറ്റിൻ്റെ ഷോ ഒക്കെ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ആ ടവർ ശരിക്കും കാണാൻ പറ്റും ഫുള്ളായിട്ട്. ഇവിടെ ഒരു അടിപൊളി ഒരാളിതാ വയലിൻ വായിക്കുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഡോം. ലൈറ്റ് അടിച്ചിട്ട് അടിപൊളിയായില്ലേ. നല്ല ഭംഗിയുണ്ട്. ഇയാള് നല്ല സീനായിട്ടാട്ടോ വയലിൻ വായിക്കുന്ന. അടിപൊളി. ഇതപ്പോൾ ബാക്കിൽ ലൈറ്റ് വരും. അതും കൂടി വരുമ്പോൾ കളറാവുമായിരുന്നു. കണ്ടാ? ഓ പൊളി. So for the rest of you, let's practice, right? So I play, and then I stop. Alright, this is gonna be good. This is my own song. It's called Swim. It's released. If you want to hear it, you can.
എന്തായാലും അടിപൊളിയായി കേട്ടോ. അവൻ്റെ സ്വന്തം പാട്ടാന്ന് പറഞ്ഞു. ഞാൻ ആ ഡോമിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ ഇത് ഓഫായിട്ട് അടുത്ത ഏതെങ്കിലും ഇമേജ് വരും അടിപൊളിയായിട്ട്. ഇതെന്തായാലും നൈസായിട്ടോ, കറക്റ്റ് ടൈമിന് അപ്പോൾ ബെർലിനിൽ വരാൻ പറ്റേ. ഇത് വല്ലാണ്ട് നൈറ്റ് കാണുമ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടാവും. അതിപ്പോൾ ലൈറ്റിൻ്റെ ആ ഷോ ഉണ്ടായതുകൊണ്ട് അടിപൊളി. അതിപ്പോൾ അടുത്ത ഫോട്ടോ വന്ന് എന്താ രസം, അടിപൊളിയായില്ലേ. അപ്പോൾ ഇവിടെ ഏകദേശം ഓരോ 30 സെക്കൻഡിലും ഇങ്ങനെ ഇമേജ് മാറുന്നുണ്ട്. ഞങ്ങളങ്ങനെ ആ ഡോമിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ തിരിച്ച് സ്ട്രീറ്റിലൊക്കെ നല്ല പാട്ടും ഒരുപാട് ആൾക്കാരും. എൻ്റെ അമ്മ എന്തോരം ആൾക്കാരാണ്. ആ ബിൽഡിങ്ങിലും പിന്നെ ഈ ബിൽഡിങ്ങിലും ചെറിയ ലൈറ്റ് ഷോയും കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മൊത്തം കണ്ടു കഴിഞ്ഞ്. ഇതാ ഈ ബിൽഡിങ് കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളിയായിട്ടോ. പിന്നെ ഇതാ ആ ബിൽഡിങ്, പിന്നെ ഈ സൈഡിൽ ഇതും. ഓ ഈ സ്ക്വയർ നൈസാണ്. ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഓപ്പോസിറ്റ് ഇതാ അവിടെ. ഓ ഈ സൈഡാണ് അടിപൊളി കേട്ടോ കമ്പാരിറ്റീവ്ലി. വെൽ നൈസ്. ആ പിന്നെ അത് അവിടെ സീൻ സാധനം വന്ന് പോയി. ഇതാ ഒന്നാണ്. പിന്നെ ഇതാ ഇവിടെ ഭയങ്കര റിയലിസ്റ്റിക് ഇതൊക്കെ. അവിടാണ് ശരിയായ ഷോ. നൈസ്. കുറച്ചേരം അങ്ങനെ പിടിക്കാം. ഇതെന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് നോക്കി നിൽക്കാൻ. അങ്ങനെ എൻ്റെ ഈ മൊത്തത്തിലുള്ള ട്രിപ്പ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ബെർലിനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആ ലൈറ്റ് ഫെസ്റ്റിവൽ മൊത്തം കണ്ട് ഇനിയിപ്പോൾ ലാറ്റ്വിയയിലോട്ടുള്ള ബസ് കയറാൻ പോവുകയാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നാണ്. ബസ് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് എടുക്കും. ഇതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ കാണുന്ന ആ എക്കോലാൻഡ്സിലാണ് പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ 2 ദിവസത്തെ പ്രാഗ്, അതേപോലെ 7 ദിവസത്തെ ജർമ്മനി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ യൂറോപ്പിൽ വന്നിട്ട് ഏറ്റവും ലോങ് യാത്ര ഇപ്പോൾ ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസ് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.